ആരോഗ്യത്തിനും ശരീരത്തിന് നല്ല എനർജി കിട്ടാനും സ്പൗട്ടഡ് മൂങ് ദാൽ കൊണ്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് പ്രോട്ടീനുള്ള ഈ ചെറുപയർ മുളപ്പിക്കുമ്പോൾ ഇതിലെ പ്രോട്ടീൻ്റെ അളവ് സാധാരണക്കാളും അധികമായി കൂടുന്നു. കലോറി കുറവും ഫൈബർ കൂടുതലുമുള്ളതിനാൽ ഇതൊരു നല്ല വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി റെസിപ്പി കൂടിയാണ്. അതോടൊപ്പം തന്നെ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. എന്താ 1 കപ്പ് ചെറുപയറാണ്, അത് സ്പൗട്ടഡ് ആക്കി എടുത്തിരിക്കുന്നത്. ഒന്ന് കഴുകി നമ്മൾക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഇത് നമ്മൾക്കിതാ ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കുക്കുംബറാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുന്നത്. ചെറിയൊരു ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് കളർഫുള്ളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകും. ഇനി ഇതാ 1 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവോളയുമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പ്രമേഹ രോഗികൾക്കും ഇത് ധൈര്യമായി കഴിക്കാം. ഇതിലെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് നിയന്ത്രിക്കുന്നു. ഞാൻ ദാ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ദാ 1/2 കപ്പ് നമ്മളുടെ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ദാ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവോ കടലമാവോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത്. ഇനിതാ ഒരു വാഴയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ വാഴയിലേക്ക് പരത്തി കൊടുത്തിട്ടാണ് ഞാൻ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാഴയില ഇല്ല എങ്കിൽ ദോശക്കല്ലിലോട്ട് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. കയ്യിൽ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് വേണം ഇതെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സെസമി സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ല എങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു തവ ചൂടായിട്ട് അതിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്കിത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. പുറത്തേക്ക് ഞാൻ കുറച്ച് സെസമി സീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ക്രിസ്പി ആയിട്ട് കഴിക്കുന്നത് തന്നെ കേട്ടോ ഇത് ഏറ്റവും ടേസ്റ്റി. ഇതാ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് മാറ്റിയെടുക്കാം. കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഒരുപാട് ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നോൺ സ്റ്റിക്ക് പാനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കൂടെ ഓയിലിൻ്റെ ആവശ്യം വരില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാവുന്നതാണ്. ഈ 1 മിനിറ്റിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചട്നിയും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൊട്ടുകടലയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഞാൻ എപ്പോൾ മല്ലിയില മേടിച്ചാലും പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. ഇത് കുറച്ച് നാൾ വെക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി അരച്ചെടുക്കാം. ഞാൻ ഈ ചട്നി താളിക്കൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ കലോറി കൂട്ടുമൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. ദാ ചുറ്റിനും ഇരിക്കുന്ന ആ കുഞ്ഞനിലകൾ നമ്മളുടെ മൈക്രോഗ്രെയിൻസ് ആണ് കേട്ടോ. വെജിറ്റബിൾസിനേക്കാൾ 4 മുതൽ 40% വരെ പോഷക ഗുണങ്ങളുള്ള ഈ മൈക്രോഗ്രെയിൻസ് വളർത്താൻ മണ്ണോ സ്ഥലമോ ഇടമോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വേസ്റ്റ് ബോക്സ് മാത്രം മതി. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തോടെ വെയിറ്റ് കുറയ്ക്കാനും വയറും വണ്ണവും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. പ്രോട്ടീനും ഫൈബറും ഏറെ ഉള്ളതിനാൽ ഒരുപാട് നേരം വിശപ്പ് തോന്നാണ്ടിരിക്കുകയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.